ചൂണ്ടിയിടത്തേക്ക് നോക്കിയ അളകയുടെ കണ്ണുകൾ ഒരു നിമിഷം പിടഞ്ഞുപോയി. 4 കസേരകളിലായി കൈകൾ കൂട്ടിക്കെട്ടി കസേരകളിൽ ബന്ധിപ്പിച്ച 4 പേരെ അവൾ കണ്ടു. അവരുടെ വായി ടേപ്പ് കൊണ്ട് ഒട്ടിച്ചിരുന്നു. വേണുവും മാമിയും അബോധാവസ്ഥയിലാണെങ്കിൽ ആയുഷും ജോണും തികഞ്ഞ ബോധത്തിൽ തന്നെയായിരുന്നു. അളക ഓടി ആയുഷിന്റെ അടുത്തെത്തി. അച്ചേട്ടാ, എന്തായത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആരാ നിങ്ങളെയൊക്കെ ഇവിടെ കെട്ടിയിട്ടത്? അവൾ അവൻ്റെ കയ്യിലെ കെട്ടിൽ കൈവച്ചുകൊണ്ട് സങ്കടത്തോടെ ചോദിച്ചു. ആദി, ആ പന്നിയുടെ മോളെ മാറ്റടാ. പെട്ടെന്നാണ് പിന്നിൽ നിന്നും ഒരലർച്ച കേട്ടത്. ഞെട്ടിത്തിരിഞ്ഞു നോക്കി അവൾ കണ്ടത് പിന്നിൽ നിൽക്കുന്ന പാർത്ഥസാരഥിയെയും വിനയനെയുമാണ്. അതോടെ അവൾക്ക് അപകടം മണത്തു. എല്ലാം കൈവിട്ടു പോവുകയാണല്ലോ ദൈവമേ. നെയ്തു കൂട്ടിയ സ്വപ്നങ്ങളെല്ലാം തകർന്നു വീണല്ലോ ഈശ്വര. അവൾ ആയുഷിന്റെ നേർക്ക് തിരിഞ്ഞു. അച്ചുവേട്ടാ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇവനെ വിശ്വസിക്കരുതെന്ന്? അപ്പോഴെന്താ അച്ചുവേട്ടൻ പറഞ്ഞത്? ആദി പഴയ ആദിയല്ല, അവൻ്റെ ഉള്ളിൽ നന്മ നിറഞ്ഞ ഒരു മനസ്സുണ്ടെന്ന്. ഇതാണോ അച്ചുവേട്ടാ അച്ചുവേട്ടൻ കണ്ട നന്മ നിറഞ്ഞ മനസ്സ്? അവൾ ആദിയുടെ മുഖത്തേക്ക് ആഞ്ഞു തുപ്പി. അതോടെ ആദി അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചു. എടി, ഇവന്റെ ഉശിര് കണ്ടാണ് നീ തുള്ളുന്നതെങ്കിൽ അത് വേണ്ട. അനങ്ങില്ല അവൻ അവിടെ നിന്നും. നിന്നെ ഇവിടെ ഇട്ട് കൊത്തി അരിഞ്ഞാൽ പോലും ഈ ഇരിക്കുന്നിടത്തു നിന്നും ഞാൻ പറയാതെ അവൻ ശ്വാസം പോലും വിടില്ല. കഴിഞ്ഞ കുറേ മാസങ്ങളായി ഞാൻ ഇവന് വേണ്ടി വലയൊരുക്കാൻ തുടങ്ങിയിട്ട്. അറിയോ നിനക്ക്? പഴുതുകളെല്ലാം അടച്ചുകൊണ്ട് അവനൊന്ന് പിടയാനുള്ള അവസരം പോലും കൊടുക്കാതെ പൂട്ടിക്കളഞ്ഞില്ലേ ഞാൻ വിരിച്ച വലയിലേക്ക് സ്വയം അറിയാതെ കയറി വന്നു നിന്റെ ആയുഷ് കൃഷ്ണ. അവൾ കേട്ടത് വിശ്വസിക്കാനാകാതെ ആയുഷിന്റെ മുഖത്തേക്ക് നോക്കി. അതിലേറെ തീവ്രതയേറിയ മിഴികളോടെ അവൾ അവനെയും നോക്കി. അല്പനേരം ആ കണ്ണുകളിലേക്ക് നോക്കി നിന്നിട്ട് അവൾ ആദിയുടെ നേർക്ക് തിരിഞ്ഞു. ഈ മനുഷ്യൻ വിരിച്ച വലയിലേക്ക് നീയാണ് ആദി കയറി വന്നത്. അത് കേട്ട ആദിക്കൊപ്പം പാർത്ഥസാരഥിയും വിനയനും ആർത്ത് ചിരിച്ചു. ഇവിടെയെന്ന് നടക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയുമോ നിനക്ക്? അറിഞ്ഞില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ദാ അവിടെയാണ് ലേബർ റൂം. നിന്റെ ഡെലിവറി ഇന്നിവിടെ നടക്കും. അത് കാണാനാണ് ഇവരെ 4നെയും ഇവിടെ കെട്ടി ഒരുക്കി നിർത്തിയിരിക്കുന്നത്. അതിനു മുൻപ് എങ്ങനെ ഇവനെ ഞാൻ എൻ്റെ വലയിൽ കുരുക്കിയെന്ന് നിനക്കറിയണ്ടേ? പറയാം, കേട്ടോ. അവനൊരു നിമിഷം പറയുന്നത് നിർത്തി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. അവളും ആദിയെ തന്നെ നോക്കി നിൽക്കുകയാണ്. +1 കാലം മുതൽ തൻ്റെ കൂടെ കൂടിയവൻ, തനിക്കൊപ്പം നിഴലായി നടന്നവൻ, ഏതാപത്തിലും കൂടെ നിന്നവൻ, പ്രായം കൊണ്ട് 2-3 മാസങ്ങൾ മൂത്തവനാണെങ്കിലും താനൊന്നും പ്രിയപ്പെട്ട അനിയനായി കണ്ട് സ്നേഹിച്ചവൻ, സ്വന്തം കൂടപ്പിറപ്പാണെന്ന തോന്നലിൽ എത്രയോ വട്ടം വഴക്കിട്ടിട്ടുണ്ട്. ആ അവനാണ് തൻ്റെ മുന്നിൽ പ്രതികാരദാഹിയായി നിൽക്കുന്നത്. എന്തിനു വേണ്ടി? കൂടെപ്പിറപ്പായി കണ്ടവനെ ഭർത്താവായി കാണാൻ സാധിക്കാത്തതിൻ്റെ പേരിൽ. അച്ചേട്ടൻ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നില്ലായിരുന്നുവെങ്കിൽ താനിവനെ കല്യാണം കഴിക്കുമായിരുന്നോ? കഴിയുമോ തനിക്കതിന്? ആലോചിച്ചു കഴിഞ്ഞോ? കഴിഞ്ഞെങ്കിൽ ഞാൻ പറഞ്ഞു തുടങ്ങാം. ആദിയുടെ സ്വരം അവളെ ചിന്തയിൽ നിന്നുണർത്തി. ഞാൻ നല്ല പിള്ള ചമഞ്ഞ് നിങ്ങളുടെ മുൻപിൽ വീണ്ടും വന്നുവെങ്കിൽ തീർച്ചയായും വ്യക്തമായ പ്ലാനിങ്ങോടുകൂടി തന്നെയായിരുന്നു. നിന്റെ മനസ്സിൽ എന്നോടുള്ള കറ തീർക്കുന്നതിനേക്കാൾ പ്രാധാന്യം ആയുഷിന്റെ മനസ്സിലെ കറ നീക്കുക എന്നുള്ളതായിരുന്നു. അതിനുവേണ്ടി നിന്നെ കാണുന്നതിനേക്കാൾ ഏറെ ഞാൻ അവനെ കാണാൻ പോയിട്ടുണ്ട്. നിന്നെ വീഴ്ത്തുന്നതിനേക്കാൾ എളുപ്പമാണ് അവനെ വീഴ്ത്താൻ എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അമ്പുകളെല്ലാം എയ്തു തീർന്നാലും അവനെ എൻ്റെ വരുതിക്ക് കിട്ടില്ല എന്ന് കരുതിയ എനിക്ക് തെറ്റുപറ്റി. സെന്റി അടിച്ചുള്ള 2 ഡയലോഗിൽ ആയുഷ് കൃഷ്ണ വീണു. വീഴ്ത്തിക്കളഞ്ഞു ഈ ആദിത്യൻ. അത് പറഞ്ഞ ആദി ഉറക്കെ ചിരിച്ചു. എൻ്റെ അച്ഛനുമായി സമരം പ്രഖ്യാപിച്ച എന്നെ വാരിപ്പുണർന്നുകൊണ്ട് നിങ്ങളുടെ ഓഫീസിൽ എനിക്കൊരു ജോലി തന്നു ആയുഷ്. പതിയെ വിശ്വാസ്യത കൈവരിച്ച ഞാൻ കൃഷ്ണ ഗ്രൂപ്പിൻ്റെ അക്കൗണ്ട് സിസ്റ്റം എൻ്റെ വിരൽത്തുമ്പിലിട്ട് കറക്കി. ആ ഓഫീസിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നതിന് മുൻപേ ഞാൻ എഴുതി തീർത്തൊരു തിരക്കഥയുണ്ട്. നീയും ഞാനുമെല്ലാം കഥാപാത്രങ്ങളായി വരുന്ന ഒരു തിരക്കഥ. ആ കഥയിലെ നായകൻ ഞാനാണ്. ആദിത്യനാണ് നായകൻ. നായകന്റെ സ്നേഹം നിഷേധിച്ചുകൊണ്ട് വില്ലനെ വിവാഹം കഴിച്ച കൊടും പാപിയാണ് നീ. അതുകൊണ്ട് തന്നെ നിനക്ക് ഞാൻ വിധിക്കുന്ന ശിക്ഷയും കടുത്തതായിരിക്കും. കൃഷ്ണ ഗ്രൂപ്പിന്റെ MD ആയുഷ് കൃഷ്ണയുടെ ഓഫീസ് റൂമിൽ പുതുതായി 4 ക്യാമറയാണ് ഞാൻ സെറ്റ് ചെയ്തത്. അതിനുള്ളിൽ കയറി എന്ത് പറഞ്ഞാലും ആ നിമിഷം ഞാൻ അറിയും. കൂടാതെ ആയുഷ് കൃഷ്ണയുടെ കാറിൽ നിന്റെ ഓഫീസ് റൂമിൽ എല്ലാം ഞാൻ ഒളിക്യാമറ വച്ചു. ഒരിക്കൽ പോലും എൻ്റെ ചതി മനസ്സിലാക്കാൻ ആയുഷ് കൃഷ്ണയ്ക്ക് കഴിഞ്ഞില്ല. ദിവസം ചെല്ലുന്തോറും അവൻ എന്നോടുള്ള വിശ്വാസം വർദ്ധിക്കുന്നത് കണ്ട് ഞാൻ ഉള്ളിൽ ആർത്തട്ടഹസിച്ചിരുന്നു. കൃഷ്ണ ഗ്രൂപ്പിന്റെ വളർച്ചയ്ക്ക് പിന്നിൽ ആയുഷ് കൃഷ്ണ എന്ന ചാണക്യന്റെ ബുദ്ധിയാണെന്ന് പണ്ടെങ്ങോ എൻ്റെ അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതാണോ ചാണക്യന്റെ ബുദ്ധി? കഴുതയ്ക്ക് പോലും ഇതിലും ബുദ്ധിയുണ്ടാകും. ആദിയുടെ ചുണ്ടുകൾ പുച്ഛത്തിലൊന്ന് കോടി. അളക തിരിഞ്ഞ ആയുഷിന്റെ മുഖത്തേക്ക് നോക്കി. ഒട്ടും പതർച്ചയില്ലാത്ത ആ മിഴികൾ തൻ്റെ മിഴികളിൽ തന്നെ തറഞ്ഞു നിൽക്കുന്നുണ്ട്. ആ മുഖത്തെ കൂസലില്ലായ്മ അവളുടെ ഉള്ളിൽ ആശ്വാസത്തിന്റെ തിരുനാളം തെളിയിച്ചു. ഓഡിറ്റിംഗ് കഴിയുന്നതുവരെ ഞാൻ ആയുഷിന്റെ വിശ്വസ്തനായ അക്കൗണ്ടന്റായിരുന്നു. അതിനുശേഷമാണ് ഞാൻ ഈ കളികളെല്ലാം നടത്തിയത്.
ആയുഷിന്റെ വിശ്വസ്തനും വലങ്കയുമായ സുശീലിനെ എന്റെ പരിധിയിൽ കൊണ്ടുവരാൻ എനിക്ക് അധികം ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. പണമെറിഞ്ഞാൽ വീഴാത്ത മനുഷ്യരുണ്ടോ? ഇല്ല. നോട്ടുകെട്ടുകൾ പുഴ പോലെ ഒഴുകിയപ്പോൾ നിലയും വിലയും മറന്നുപോയി സുശീൽ. ഇനി ഈ കമ്പനികളൊന്നും നിന്റെ ഭർത്താവിന്റെ കൈപ്പിടിയിൽ ഒതുങ്ങില്ലളകനെന്താ? 2 അമേരിക്കൻ കമ്പനിക്ക് നിന്റെ ഭർത്താവ് ചെക്ക് എഴുതി കൊടുത്തു കഴിഞ്ഞു. ഏതു നിമിഷവും പോലീസ് തിരഞ്ഞു വരാവുന്ന ക്രിമിനലാണ് ഇന്നയാൾ. 1 രൂപ പോലും ബാങ്കിൽ സമ്പാദ്യമില്ലാത്ത അയാൾ കോടികളുടെ ചെക്ക് എഴുതി കൊടുത്താൽ എന്താകും ഫലം? ബാങ്കിൽ നിന്നും അറിയിപ്പുണ്ടായതിനെ തുടർന്ന് അന്വേഷിക്കാൻ വന്നതാ പാവം. കോടികൾ ഒഴുകിയത് എന്റെ ബിനാമിയുടെ അക്കൗണ്ടിലേക്കാണെന്ന് അങ്ങനെ അറിയാൻ വൈകിപ്പോയി. ഇതുകൊണ്ടൊന്നും എന്റെ അരിശം തീർന്നിട്ടില്ലടി. നീ വേദന കൊണ്ട് പുളയുന്നത് കണ്ട് ഇവൻ നിസ്സഹായനായി ഇരുന്ന് കരയണം. ആ കണ്ണുനീര് കണ്ട് ദിഗന്തം പൊട്ടുമാർ ഉച്ചത്തിൽ പൊട്ടിച്ചിരിക്കണം എനിക്ക്. എന്നെ ഇടിച്ച ഓരോ ഇടിക്കും കണക്ക് തീർക്കണം എനിക്ക്. ഇത്രയും ഞാൻ പറഞ്ഞ സമയം കളഞ്ഞത് എന്തിനാണെന്നറിയോ നിനക്ക്? നീ അനുഭവിക്കുന്നതെല്ലാം കാണാൻ നിന്റെ ഭർത്താവിന്റെ കൂടെ നിനക്ക് ജന്മം തന്ന നിന്റെ തന്തയും തള്ളയും കൂടി വേണമെന്ന് തോന്നി. ആദി പറഞ്ഞത് കേട്ട് അവൾ അമ്മയെ നോക്കി. കൈകൾ കസേരയോട് ചേർത്ത് കെട്ടി ഒടിഞ്ഞ കഴുത്തുമായി തൂങ്ങിയിരിക്കുന്നുണ്ട് ആമി. അളകയ്ക്ക് വല്ലാത്ത വേദന തോന്നി. പാവം, ഇവിടെ സംഭവിക്കുന്നത് വല്ലതും അമ്മ അറിയുന്നുണ്ടോ? വേണുവിന്റെ സ്ഥിതിയും മറിച്ചായിരുന്നില്ല. എന്നാൽ ജോണിന്റെയും ആയുഷിന്റെയും മിഴികൾ അളകയിൽ തന്നെയായിരുന്നു. പപ്പയും അച്ചുവേട്ടനും മുള്ളിന്മേൽ എന്നതുപോലെ ആവില്ലേ ആ കസേരയിൽ ഇരിക്കുന്നത്? നിസ്സഹായതയായിരിക്കില്ലേ ഈ നിമിഷം അവരുടെ മനസ്സിൽ? 2 പേരുടെയും മുഖത്തേക്ക് നോക്കവേ അവളുടെ മിഴികളിൽ നിന്നും നീർക്കണങ്ങൾ ഉരുണ്ടു വീണു. ജോൺ പെട്ടെന്ന് തന്നെ തന്റെ നോട്ടത്തെ മാറ്റിയെങ്കിലും ആയുഷിന്റെ മിഴികൾ അവളിൽ തന്നെ ഉറച്ചു നിന്നു. ആ മിഴികളിലെ ഭാവത്തെ വേർതിരിച്ചറിയാൻ അളകയ്ക്കാവുന്നില്ലായിരുന്നു. ഈ സമയത്താണ് പാർത്ഥസാരഥി അവളുടെ അരികിലേക്ക് നടന്നു വന്നത്. വേണുവിനും വേദാത്മികയ്ക്കും ക്ലോറോഫോമിന്റെ മയക്കം വിട്ടുണരാൻ ഇനിയും മിനിറ്റുകൾ ബാക്കിയുണ്ട്. അതുകൊണ്ട് ഉള്ള സമയം വേദന കുറച്ചു കിട്ടാൻ ദൈവത്തെ വിളിച്ചോ നീ. ഒരു ദൈവങ്ങളുടെയും സഹായം നിനക്ക് കിട്ടില്ല എന്നറിയാമെങ്കിലും വിളിക്കുന്നതിൽ ഒരു പിശുക്കും കാട്ടേണ്ടതില്ല. ദയ നോക്ക്, നിനക്ക് വേണ്ടി പണമിറക്കി കൊണ്ടുവന്നതാ ആ മാലാഖമാരെ. പാർത്ഥസാരഥി ചൂണ്ടിയ ഭാഗത്തേക്ക് നോക്കിയ അളക ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു. ലേബർ റൂമിലേതെന്നുപോലെ തോന്നിക്കുന്ന ഒരു ടേബിളും അതിനടുത്തായി 2 നേഴ്സുമാരും. അവളുടെ ഉള്ളൊന്ന് കിടുങ്ങിപ്പോയി. ശരിക്കും തന്റെ ഡെലിവറി നടത്താനാണോ അവർ ഇവിടെ നിൽക്കുന്നത്? അവൾ 2 കൈകൾ കൊണ്ടും തന്റെ വയറിനെ പൊതിഞ്ഞു പിടിച്ചു. ഭയം അവളുടെ ശരീരത്തെ പിടിമുറക്കി തുടങ്ങി. ദുർബലമായ ശരീരം കൊണ്ട് തനിക്ക് ഇത്രയും പേരെ ചെറുത്തു നിൽക്കാൻ കഴിയുമോ? ഇന്നിവിടെ തന്റെ ഡെലിവറി നടന്നാൽ എന്റെ മക്കളെ എനിക്ക് ജീവനോടെ കിട്ടുമോ? അവൾക്കൊന്ന് ഉറക്കെ കാറി കരയാൻ തോന്നി. എന്തിനാ ആദി എന്നോട് ഇത്രയും ക്രൂരത? ഒരു കൂടപ്പിറപ്പിനെ എന്നോണം നിന്നെ ഞാൻ സ്നേഹിച്ചതല്ലേ? ആർക്കു വേണം നിന്റെ കൂടപ്പിറപ്പിന്റെ സ്നേഹം? അത് കൊണ്ടുപോയി നീ തന്നെ പുഴുങ്ങി തിന്ന്. ഈ സമയത്താണ് ആമി മയക്കത്തിൽ നിന്നും ഉണരുന്നത്. പകച്ച മിഴികളോടെ മുന്നിലേക്ക് നോക്കിയ അവൾക്ക് മുന്നിലെ ദൃശ്യങ്ങൾ തെളിഞ്ഞു വരാൻ കുറച്ചു സമയമെടുത്തു. ആദ്യം നോട്ടം പോയത് മുന്നിൽ നിൽക്കുന്ന അളകയിലേക്കാണ്. അടുത്ത നിമിഷം അത് ആദിയിലേക്കും പാർത്ഥസാരഥിയിലേക്കും വിനയനിലേക്കും നീണ്ടു. പിന്നെ തൊട്ടടുത്ത കസേരയിൽ ഇരിക്കുന്ന ജോണിലേക്കും ഇപ്പുറത്തെ കസേരയിൽ ഇരിക്കുന്ന ആയുഷിലേക്കും തളർന്നു കിടക്കുന്ന വേണുവിലേക്കും ആ മിഴികൾ ദ്രുതഗതിയിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. ചലിക്കാനാകാത്ത വിധം ആയുഷിനെയും വേണുവിനെയും ജോണിനെയും കസേരയിൽ ബന്ധിപ്പിച്ചിരുന്നതും ആമിയുടെ മിഴികളിൽ ഉടക്കി. തന്റെ കൈകളും ചലിക്കാൻ കഴിയാത്ത വിധം കസേരയോട് ചേർത്ത് കെട്ടിയിരിക്കുന്നത് അപ്പോഴാണ് ആമി ശ്രദ്ധിച്ചത്. കറങ്ങിത്തിരിഞ്ഞ് ആ നോട്ടം വീണ്ടും ആദിയിൽ ചെന്ന് നിൽക്കുമ്പോൾ ചതി എന്നവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു കഴിഞ്ഞിരുന്നു. അതെ, ചതി തന്നെ. ഈ ചതിയെ നേരിടാൻ നിനക്ക് എന്ത് ചെയ്യാൻ കഴിയുമാമി? അവളുടെ മുഖത്തേക്ക് നോക്കി പാർത്ഥസാരഥി പുച്ഛത്തോടെ ചോദിച്ചു. ഇങ്ങനെ ഞങ്ങൾ ഇവിടെ കെട്ടിയിട്ടിട്ട് നിനക്ക് എന്ത് ചെയ്യാൻ കഴിയുമടാ നായേ? ആമി അരിശത്തോടെ അലറി. ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണെന്ന് നിനക്ക് കാണണോ? കാണിച്ചു തരാം. അത് കാണാൻ വേണ്ടി തന്നെയാണ് നിന്നെയൊക്കെ ഇവിടെ കെട്ടിയിട്ടിരിക്കുന്നത്. അഴിച്ചുവിടടാ, എന്നിട്ടാണെന്ന് കാണിക്ക്. ആണാണെന്ന് പറഞ്ഞ് നടക്കുന്നു. ഇരുന്നിടത്തിരുന്നു കൊണ്ട് അവൾ പാർത്ഥസാരഥിയുടെ മുഖത്തേക്ക് ആഞ്ഞു തുപ്പി. അയാളുടെ മുഖം കോപത്താൽ ജ്വലിച്ചു. പാഞ്ഞു വന്നയാൾ അവളുടെ 2 കവളിലും മാറി മാറി അടിച്ചു. ഇവളിപ്പോ ചെയ്തതിന്റെ ഫലം കാണിച്ചു കൊടുക്കടാ അവൾക്ക്. അവളുടെ മകൾ അനുഭവിക്കുന്നത് കാണട്ടെ, കണ്ടിരുന്ന് സന്തോഷിക്കട്ടെ. ആദി കണ്ണുകൊണ്ട് ആജ്ഞ നൽകിയതും നേരത്തെ വേണുവിനെയും മാമിയെയും അകത്തേക്ക് കൊണ്ടുപോയ ഗുണ്ടകളെന്ന് തോന്നിപ്പിക്കുന്ന 2 പേർ മുന്നോട്ട് വന്ന് അളകയുടെ കയ്യിൽ പിടിച്ചു. വിടടാ അവളെ, എന്റെ കുഞ്ഞിനെ വിടടാ. അളകയുടെ എതിർപ്പിനെ വകവയ്ക്കാതെ അവളെ മുന്നോട്ട് വലിക്കുന്നത് കണ്ട് അലറി വിളിച്ചുകൊണ്ട് ആമി ഉയർന്നതും പെട്ടെന്ന് ബാലൻസ് കിട്ടാതെ കസേരയോടുകൂടി താഴോട്ട് വീണു. എന്റെ കുഞ്ഞിനെ വിടടാ നെറുകെട്ടവന്മാരെ, അതൊരു ഗർഭിണിയാണെന്ന പരിഗണനയെങ്കിലും കൊടുക്കടാ. ഈശ്വര, എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ. അച്ചു, ഇച്ചായ, നിങ്ങളൊക്കെ ആണാണെന്നും പറഞ്ഞ് നടക്കുന്നത് എന്തിനാ? വടിച്ചു കളഞ്ഞേക്കടോ ആ മീശയൊക്കെ.
ആണും പെണ്ണും കെട്ടവന്മാരെ സ്വന്തം പെണ്ണിനെ തൂക്കിയെടുത്തുകൊണ്ട് പോകുന്നതെന്ന് നോക്കി കൂസലില്ലാതെ ഇരിക്കുന്നത് കണ്ടില്ലേ? തൂങ്ങിച്ചാവടാ പോയിട്ട്. കിടന്ന കിടപ്പിൽ കസേരയോടെ തിരിഞ്ഞ അവൾ ആയുഷിന്റെ കാലിൽ ചവിട്ടി. അവന്റെ മിഴികൾ അപ്പോഴും അളകയെ വലിച്ചുകൊണ്ടുപോയിടത്തേക്കായിരുന്നു. ആ സമയം ഗുണ്ടകൾ അവളെ ടേബിളിലേക്ക് ബലമായി പിടിച്ചു കിടത്തുകയാണ്. ഒരു നേഴ്സിന്റെ കയ്യിൽ മരുന്ന് നിറച്ച സിറിഞ്ചുണ്ട്. കുതറാൻ ശ്രമിക്കുന്ന അളകയെ അടക്കി പിടിച്ചുകൊണ്ട് നേഴ്സ് അവളുടെ കൈത്തണ്ടയിലെ ഞരമ്പിലേക്ക് സിറിഞ്ചിലെ നീഡിൽ താഴ്ത്തി. മരുന്ന് കയറുന്നതിനനുസരിച്ച് നെഞ്ചിനുള്ളിലൂടെ ഒരു മിന്നൽ പിണർ താഴോട്ടിറങ്ങിപ്പോകുന്നത് അളകയറിഞ്ഞു. അമ്മ എന്നൊന്ന് ചീറി വിളിച്ചു അവൾ. ആ ഒരൊറ്റ വിളിയിൽ ആയുഷിന്റെ മുഖത്തെ പേശികളെല്ലാം കോപത്താൽ വലിഞ്ഞു മുറുകി. ബന്ധിതമായ മുഷ്ടിയുടെ മുറുക്കത്തിൽ കൈത്തണ്ട മുറിഞ്ഞ് രക്തം പൊടിഞ്ഞു. ജോൺ നെഞ്ചു പിടയുന്ന വേദനയോടെ കണ്ണുകൾ ഇറക്കിയടച്ചു. ഒരു നിമിഷം മരിച്ചു പോയിരുന്നെങ്കിലെന്ന് അയാൾ ആഗ്രഹിച്ചുപോയി. ആമിയുടെ ഉറക്കെയുള്ള കരച്ചിലാണ് വേണുവിനെ ബോധമണ്ഡലത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത്. മുന്നിലെ കാഴ്ചയിൽ ആവേശത്തോടെ എഴുന്നേൽക്കാൻ ശ്രമിച്ചുവെങ്കിലും ബന്ധനസ്ഥനാണെന്ന അറിവിൽ അവൻ തളർന്നുപോയി. മരുന്ന് മുഴുവൻ കയറിക്കഴിഞ്ഞതും താൻ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നു എന്ന സന്തോഷത്തിൽ ആദി പൊട്ടിച്ചിരിച്ചു. പെട്ടെന്നാണ് ആ മുറി കുലുങ്ങുമാറ് ഒരു വെടിയൊച്ച കേട്ടത്. ആരുടെയോ ഒരു ആർത്തനാദവും മുഴങ്ങി. ആർക്കാണ് അപകടം പറ്റിയത് എന്നറിയാതെ ഒരു നിമിഷം എല്ലാവരും പകച്ചുപോയി. വലത് കാൽമുട്ടിന് താഴെ വെടിയേറ്റ് ചോരയിൽ കുതിർന്ന് വേദന കൊണ്ട് പുളയുന്ന ആദിയെ പാർത്ഥസാരഥി അപ്പോഴാണ് കാണുന്നത്. മോനെ എന്ന് വിളിച്ചുകൊണ്ട് അയാൾ അവൻ അരികിലേക്ക് മുട്ടുകുത്തി. ശത്രു ഉള്ളിൽ കടന്നിട്ടുണ്ടച്ച. നോക്ക്, ഈ റൂമിൽ എവിടെയോ അവനുണ്ട്. വേദനയ്ക്കുള്ളിലും ആദി അലറിക്കൂവി. പാർത്ഥസാരഥി എഴുന്നേറ്റ് നിന്ന നിമിഷം അയാളുടെ കാൽമുട്ടിന് താഴെയും വെടിയുണ്ട കയറി. അടുത്ത നിമിഷം അലറിക്കരഞ്ഞുകൊണ്ട് അയാളും താഴേക്കിരുന്നു. വിനയ, നോക്ക്, ആരാണെന്ന് നോക്ക്, വച്ചേക്കലട ആ പട്ടിയെ. അച്ഛൻ്റെയും മകൻ്റെയും കാലുകളിൽ നിന്നും പുഴ പോലെ ഒഴുകുന്ന രക്തത്തിലേക്ക് തുറച്ചു നോക്കിക്കൊണ്ട് വിനയൻ നിന്നു. വെടിയുണ്ട വന്ന വഴി കണ്ടില്ലെങ്കിലും ആയുഷിന്റെ മിഴികൾ അത് ഒപ്പിയെടുത്തിരുന്നു. വാളിലെ എയർ ഹോളിൽ അവന്റെ മിഴികൾ അന്നേരം മുടക്കി നിന്നിരുന്നു. പെട്ടെന്നരങ്ങേറിയ സംഭവവികാസങ്ങളിൽ വെപ്രാളപ്പെട്ടു നിന്ന സിസ്റ്റർമാരുടെ കൈകളിൽ നിന്നും ഊർന്നിറങ്ങിയ അളക ഓടിവന്ന ആമിയെ കെട്ടിപ്പിടിച്ചു. വീണ് കിടക്കുന്ന ആമിയെ അവൾ തന്നെ പിടിച്ച് നേരെ ഇരുത്തി. പെട്ടെന്നാണ് ഉമ്മറത്തെ വാതിലിൽ ആഞ്ഞിടിക്കുന്ന ശബ്ദം കേട്ടത്. അതോടെ സുശീൽ പുറത്തേക്ക് കുതിച്ചു. സുശീൽ, വേണ്ട, പോകരുത്, വാതിൽ തുറക്കരുത്. പാർത്ഥസാരഥി വിളിച്ചു പറയുന്നതൊന്നും അയാൾ ഗൗനിച്ചതേയില്ല. ഉമ്മറത്തെ വാതിൽ തുറന്നതും തോക്കുമായി അകത്തേക്ക് കയറി സർക്കിൾ ഇൻസ്പെക്ടർ ഗൗതം ചന്ദ്. പിന്നാലെ 6-7 പോലീസുകാരും.